ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടു ഫേസ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തു. ടു ഫേസ് മെത്തേഡും അതുപോലെ ബിഗ്ഗർ മെത്തേഡും യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സൊല്യൂഷൻ ഇല്ലെങ്കിൽ, അതായത് എനി കൺസ്ട്രെയിൻസ് ആർ ഓഫ് ഈക്വാലിറ്റി ടൈപ്പ് ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആൻഡ് വി ഹാവ് ടു ആഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. അപ്പോൾ അതിൽ ഒരു മെത്തേഡാണ് ബിഗ്ഗർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ടു ഫേസ് മെത്തേഡ്. ടു ഫേസ് മെത്തേഡിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് കോസ്റ്റ് -1 കൊടുക്കും. ഫസ്റ്റ് ഫേസിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് കോസ്റ്റ് -1 കൊടുക്കും. പിന്നെ ബാക്കി എല്ലാ വേരിയബിൾസിനും കോസ്റ്റ് 0 കൊടുക്കും. പിന്നെ ദെൻ വി ഡു ദ സിംപ്ലെക്സ് പ്രൊസീജിയർ ആസ് എനി വൺ ഓഫ് ദ 3 cases erases, that is maximum of z star less than 0 or maximum of z star equal to 0, and third one maximum of z star equal to 0 and no artificial variables appears in the optimum basis. ഇപ്പോൾ 3 കണ്ടീഷനും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് 2 കേസിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ കേസ് 3 ആണെങ്കിൽ maximum of z star equal to 0 and no artificial variables appears in the optimum basis, then we go to phase 2. In phase 2 we use the optimum solution of phase 1 as initial solution of original LPP. അപ്പോൾ നമ്മൾ ആക്സിലറി LPP ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫേസ് 1-ൽ. അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് മാത്രം ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ -1 കോസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി വേരിയബിൾസൊക്കെ 0 ആയിരുന്നു. അപ്പോൾ ഫേസ് 2-ൽ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ടു the variables is given and artificial variables is 0. The cost of artificial variable is 0 in the objective function. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. Maximize z is equal to 5x1 minus 4x2 plus 3x3 and subject to the given constraints. One of the constraint is of equality type. Therefore, converting into standard form, we get second and third constraints are less than or equal to type. Therefore, we add slack variables s1 and s2. Therefore, writing in matrix form, we get 2 1 minus 6 0 0 and second row 6 5 10 1 0 8 minus 3 6 0 1. Therefore, there is a initial solution for corresponding to the second and third constraint corresponding to S1 and S2. That is S1 equal to 76 and S2 is equal to 50 is the initial solution. Corresponding to the first constraint, there is no solution. Therefore, we add an artificial variable A1 and the matrix becomes in this form. The last variable is A1. Therefore, initial solution is A1 equal to 20, S1 equal to 76 and S2 is equal to 50. Then in phase 1, the objective function becomes z is equal to -a1 since there is only one artificial variable added. ഒന്നിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് സെക്കൻഡിലും തേർഡിലും ഒക്കെ ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ z is equal to -a1 -a2 -a3. ഇവിടെ ആകെ ഒരു വേരിയബിൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ z is equal to -a1. അപ്പോൾ ഇനീഷ്യൽ ടേബിൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യൽ ടേബിളിൽ CJ ബാക്കി എല്ലാ വേരിയബിൾസിനും കോസ്റ്റ് 0 ആണ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് മാത്രം കോസ്റ്റ് -1. പിന്നെ CB എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അല്ലേ, ഇനീഷ്യൽ സൊല്യൂഷൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് A1 equal to 20, S1 is equal to 76 and S2 is equal to 50. അപ്പോൾ A1-ൻ്റെ കോസ്റ്റ് -1, S1-ൻ്റെ S2-ൻ്റെ കോസ്റ്റ് 0. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തു. XB എന്നുള്ളത് ഫില്ല് ചെയ്തു. പിന്നെ ആ മെട്രിക്സ് അങ്ങോട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് സാധാരണ സിംപ്ലെക്സ് പ്രൊസീജിയർ വെച്ച് ZJ - CJ കാൽക്കുലേറ്റ് ചെയ്യാം. ZJ - CJ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? CB ഇൻറ്റു XB - CJ അല്ലേ. അപ്പോൾ അങ്ങനെ Z കിട്ടും. CB ഇൻറ്റു XB - CJ. അപ്പോൾ Z-ൻ്റെ വാല്യൂ -20 കിട്ടി. പിന്നെ ഫസ്റ്റ് കോളം X1-ന് കറസ്പോണ്ടിങ് ആയിട്ട് CB ഇൻറ്റു X1 -CJ. അപ്പോൾ -2 -1 6 0 0 എന്നാണ് ZJ - CJs കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ZJ - CJ
കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായല്ലോ. അതായത് CB ഇൻറ്റു x1 മൈനസ് CJ. അപ്പോൾ -1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 6 പ്ലസ് 0 ഇൻറ്റു 8 മൈനസ് 0 ദാറ്റ് ഈസ് -2. അങ്ങനെയാണ് ഫസ്റ്റ് കോളത്തിൻ്റെ, അതായത് x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള SJ മൈനസ് CJ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അത് -2 കിട്ടി. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. രണ്ടാമത്തത് CB ഇൻറ്റു x2 മൈനസ് 0, അത് -1 കിട്ടും. അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ SJ മൈനസ് CJയിലെ മോസ്റ്റ് നെഗറ്റീവ് -2 ആണ് അല്ലേ. അപ്പോൾ -2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് കീ കോളം. ഇനി കീ കോളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് XBI ബൈ x1 കാൽക്കുലേറ്റ് ചെയ്യണം. XBI ബൈ x1. XBI ബൈ x1 എന്ന് പറഞ്ഞാൽ 20/2 ദാറ്റ് ഈസ് 10, 76 ബൈ 6 ദാറ്റ് ഈസ് 12.66 ആൻഡ് 50/8 6.25. അപ്പോൾ അതിൽ മിനിമം ഏതാ നോക്കുക. മിനിമം ഈസ് 50/8 അല്ലേ, 6.25. അപ്പോൾ the variable S2 leaves the basis and key കോളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം the variable x1 enters the basis. അപ്പോൾ അടുത്ത ടേബിളിൽ S2 പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x1 കോസ്റ്റ് 0 ആണല്ലോ, അത് CBയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അടുത്ത ടേബിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സിംപ്ലെക്സ് പ്രൊസീജിയർ വെച്ചിട്ട്. ഇപ്പോൾ കീ എലിമെൻറ്റ് നമുക്ക് കിട്ടി, അതായത് കീ കോളവും അതുപോലെ കീ റോയും, അതായത് ഏതാണോ ലീവ് ചെയ്യണത് S2 ആണ്, അതുപോലെ എൻ്റർ ചെയ്യണത് x1 ആണ്. അപ്പോൾ രണ്ടും കൂടെ ഉള്ള ജംഗ്ഷൻ അത് 8 ആണ് അല്ലേ. അപ്പോൾ 8 ആണ് കീ എലിമെൻറ്റ്. അപ്പോൾ 8 കൊണ്ട് ആ കീ റോയിലത്തെ എല്ലാ എലിമെൻറ്റ്സിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 50/8 ദാറ്റ് ഈസ് 25/4. ദെൻ 8/8 1 മൈനസ് 3/8 എക്സെട്ര. അങ്ങനെ ആ കോളത്തിലെ അടുത്തത് 6/8 ദാറ്റ് ഈസ് 3/4. പിന്നെ ബാക്കി 0 ആണ്. S1 കറസ്പോണ്ടിങ് ആയിട്ട് 0. പിന്നെ അടുത്തത് 1 ആണ്, 1/8. അങ്ങനെ ആ റോ ഫുള്ള് ചെയ്തു. ഇനി അടുത്തത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഫസ്റ്റ് റോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കീ റോയിലെ എലിമെൻറ്റ്സ്, കീ എലിമെൻ്റ് കൊണ്ട് ആ റോയിൽ ഫുള്ള് ഡിവൈഡ് ചെയ്ത് ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് റോയിലെ എലിമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് റോയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് എലിമെൻറ്റ് ഇസ് 20 മൈനസ് ന്യൂ എലിമെൻറ്റ് ഇൻ ദ കീ റോ ദാറ്റ് ഈസ് 25/4 ഇൻറ്റു ദ കറസ്പോണ്ടിങ് എലിമെൻറ്റ് in the first row in the key column, corresponding element in the key column in the first row, that is 2. അപ്പോൾ 20 minus 25/4 into 2 that is 15/2. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത വേരിയബിൾ x1 ആണ് അല്ലേ. x1 ഈസ് ഇൻ ദ ബേസിസ്. x1 ബേസിസിലുണ്ടെങ്കിൽ അപ്പോൾ ആ x1 വരുന്ന നേരെ ആ ജംഗ്ഷനിൽ മാത്രം 1, ബാക്കിയൊക്കെ 0 ആയിരിക്കും. അപ്പോൾ സൊല്യൂഷനിലുള്ള വേരിയബിൾസിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിലായിരിക്കും വരിക. പിന്നെ അതേപോലെ അടുത്തത് S1 സൊല്യൂഷനിലുണ്ട്. അപ്പോൾ S1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് അവിടെ 1 വരും, ബാക്കിയെല്ലാം 0. അതുപോലെ പിന്നെയുള്ളത് A1 ആണ്. അപ്പോൾ A1 ഫസ്റ്റ് റോയിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റോയുടെ നേരെ 1, ബാക്കിയെല്ലാം 0. അപ്പോൾ അത് നമുക്ക് ആദ്യമേ എഴുതി വയ്ക്കാം. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ XB കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ x2, x3 ആൻഡ് S2 ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ഇപ്പോൾ XBയിലെ എലിമെൻറ്റ് ഫസ്റ്റ് റോയിൽ കാൽക്കുലേറ്റ് ചെയ്തു, 15/2 കിട്ടി. ഇനി x2 എങ്ങനെ നോക്കാം? x2ന് വാല്യൂ കിട്ടണം. ദാറ്റ് ഈസ് x2ൻ്റെ ഓൾഡ് എലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് ദ new element corresponding to that in key row, that is minus 3/8. 1 minus 3/8 into the element in the key column, that is 2. First row element in the key column, that is 1 minus 3/8 into 2. 2 ആണ് ഫസ്റ്റ് റോയിൽ കീ കോളത്തിൽ വരുന്ന എലിമെൻറ്റ്, അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 minus -3/8 into 2
that is 7/4. Similarly, next we have to calculate the element in x3. So the old element is -6 minus the corresponding element in the key row, that is new element in the key row, that is -3/4. 6 minus 3/4 into the element in the key column into 2, that is -15/2. അങ്ങനെ അത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തത് ലാസ്റ്റ് റോ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് റോയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഓൾഡ് എലിമെൻറ്റ് എന്ന് പറയുന്നത് 76 ആണ്. 76 മൈനസ് 25/4 ഇൻറ്റു 6 ആണ്. അതായത് കീ കോളത്തിലെ എലിമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 76 മൈനസ് 25/4 ഇൻറ്റു 6, ദാറ്റ് ഈസ് 38.5. പിന്നെ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് x2 നേരെ ഉള്ളത്, ദാറ്റ് ഈസ് 10 മൈനസ് x2 നേരെ 5 മൈനസ് -3/8 ഇൻറ്റു 6. അപ്പോൾ ഈ -3/8 എന്നത് ന്യൂ എലിമെൻ്റ് ഇൻ ദ കീ റോ, -3/8 ഇൻറ്റു 6, ദാറ്റ് ഈസ് 29/4. അതേപോലെ തന്നെ അടുത്ത വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഫില്ല് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.